അപ്പോൾ ഇന്ന് മുതലാണ് നമ്മൾ മുടി വളരാൻ വേണ്ടിയിട്ടുള്ള സംഭവങ്ങൾ നമ്മുടെ മുടിയിലേക്ക് ചെയ്തു കൊടുക്കണത്. അപ്പോൾ ആദ്യമേ തന്നെ ഞാൻ മുടിയുടെ എൻഡ് ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏകദേശം ഒരു 4 ഇഞ്ചോളം ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ കുറച്ച് മുടിയുള്ളത് പോലെ തോന്നുള്ളൂ, പക്ഷേ നമ്മൾ ശരിക്കും ടേപ്പ് വെച്ച് അളന്ന് നോക്കുമ്പോൾ 4 ഇഞ്ച് വരെ നമ്മുടെ മുടി ഞാൻ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യമേ തന്നെ മുടി കട്ട് ചെയ്യുമ്പോൾ നന്നായിട്ട് മുടി ഒന്ന് ചീവി എടുത്തതിന് ശേഷം മുടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് മുടി കട്ട് ചെയ്യാൻ ഒന്നുമില്ല ചേച്ചി എന്ന് പറയുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് ട്രിം ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഹെയർ ഗ്രോത്ത് ചാലഞ്ച് സ്റ്റാർട്ട് ചെയ്യുന്നതായിരിക്കും ദി ബെസ്റ്റ് കേട്ടോ. അപ്പോൾ ഇത്രയും ഷോർട്ടായിരുന്ന വണ്ണമില്ലാതിരുന്ന എൻ്റെ മുടി ഞാൻ എങ്ങനെ നീളത്തിൽ വളർത്തിയെടുത്തു, അതിന് വേണ്ടിയിട്ട് ഞാൻ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു എന്നുള്ളത് ഡേ ബൈ ഡേ ആയിട്ട് ഞാൻ കാണിച്ചു തരുന്നുണ്ട്. അപ്പോൾ എനിക്ക് നിങ്ങളോട് ഒന്നേ പറയാനുള്ളൂ, ഞാൻ പറയുന്നത് പോലെ കറക്റ്റായിട്ട് നിങ്ങൾ 1 മാസം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കൊഴിഞ്ഞു തീരാറായി നിൽക്കുന്ന മുടിയാണെന്നുണ്ടെങ്കിലും നല്ല ലെങ്ത്തോട് കൂടിയിട്ടും ഉള്ളോട് കൂടിയിട്ടും വളർത്തിയെടുക്കാം എന്നുള്ളത് ഞാൻ 100% അല്ല 200% എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു മാറ്റം നിങ്ങൾക്ക് തീർച്ചയായിട്ടും കിട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾ ഡേ 1 പോയിട്ട് ആദ്യം കാണുക. ഡേ 1 നമ്മുടെ തലയോട്ടി ക്ലീൻ ചെയ്ത് വെക്കുകയാണ്. നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യുന്നില്ല, നമ്മുടെ തലയോട്ടി ക്ലീൻ ചെയ്ത് വെച്ചിട്ട് ഇന്ന് മുതലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ഹെയർ ഗ്രോത്തിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മൾ ചെയ്തെടുക്കാൻ വേണ്ടി പോണത്. അപ്പോൾ ഇന്ന് നമ്മുടെ ഡേ 3 ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഡേ 3 ഈ ഒരു ഹെയർ കെയർ ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങിയതിന് ശേഷം എൻ്റെ മുടി വളരുന്നതിൻ്റെ ആ ഒരു സ്പീഡ് ഉണ്ടല്ലോ, അതെനിക്ക് ഇപ്പോഴും വിശ്വസിക്കാൻ പറ്റാത്തതാണ്. അത്രയ്ക്കും സ്പീഡായിട്ടാണ് നമ്മുടെ മുടി വളരുക കേട്ടോ. ശരിക്കും ഇത് നിങ്ങൾ മിസ് ചെയ്യാനേ പാടില്ല. അത്രയ്ക്കും എഫക്റ്റീവാണ് ഇന്നത്തെ നമ്മുടെ ഈ ഒരു ഹെയർ കെയറിന് കേട്ടോ. അപ്പൊ അതിനായിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്ത് അതൊന്ന് ചൂടാവാൻ വേണ്ടി അടുപ്പത്ത് വെക്കുക. അതിനുശേഷം ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ട് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണ് നിങ്ങൾ റെഗുലർ ആയിട്ട് യൂസ് ചെയ്ത് വരുന്ന നിങ്ങളുടെ ഹെയർ ഓയിലോ അതല്ലെങ്കിൽ നമ്മുടെ സാധാ വെളിച്ചെണ്ണയോ ഒഴിച്ചു കൊടുത്ത് നമ്മൾ നേരത്തെ തിളപ്പിക്കാൻ വെച്ച വെള്ളത്തിലോട്ട് ഈ ഒരു എണ്ണ ഇറക്കി വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 7 മിനിറ്റ് ഡബിൾ ബോയിലിംഗ് മെത്തേഡിലൂടെ നന്നായിട്ട് ചൂടാക്കി എടുക്കുക. നമ്മുടെ വെള്ളം ചൂടാവും തോറും അതിൽ കിടന്ന് നമ്മുടെ എണ്ണയും നന്നായിട്ട് എന്താവും, ചൂടായി വരും. ഇനി നമ്മൾ അടുത്തതായിട്ട് ആഡ് ചെയ്ത് കൊടുക്കുന്ന ഇതാണ് നമ്മുടെ ഇന്നത്തെ ഈ ഒരു ഹെയർ കെയറിലെ താരം, നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസ് ആണ് കേട്ടോ. ഇത് നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാൻ പാടില്ല. കാരണം ഇത് ഞാൻ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തുണ്ടല്ലോ, ശരിക്കും പറഞ്ഞാൽ മുടികൾ ഇങ്ങനെ പൊന്തി കുനുകുനാന്നുള്ള പുതിയ മുടികൾ ഇങ്ങനെ പൊന്തി നിൽക്കുന്നത് എനിക്ക് നന്നായിട്ട് തന്നെ ഫീൽ ചെയ്തു കേട്ടോ. അത് നമുക്ക് ശരിക്കും അറിയാൻ പറ്റും അതിൻ്റെ ഒരു മാറ്റം. നിങ്ങളൊരു 3-4 തവണയൊക്കെ യൂസ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ശരിക്കും നിങ്ങൾ തന്നെ വിശ്വസിക്കില്ല, അത്രയ്ക്കും ഒരു മാറ്റം നമുക്ക് തരാൻ വേണ്ടിയിട്ട് വിറ്റാമിൻ ഇ സൂപ്പറാണ് കേട്ടോ. ഇത് 10 എണ്ണത്തിന് 30-35 രൂപയേ ഉള്ളൂ. എല്ലാ മെഡിക്കൽ ഷോപ്പിലും കിട്ടും. അപ്പം നിങ്ങളിത് തീർച്ചയായിട്ടും വാങ്ങിച്ച് വെക്കുക. ഇതിൽ നിന്ന് നമ്മൾ 2 എണ്ണം എടുത്ത് നമ്മുടെ ഇളം ചൂടുള്ള എണ്ണയിലോട്ട് എന്ത് ചെയ്യുക, പൊട്ടിച്ചൊഴിക്കുക. എന്നിട്ട് നന്നായിട്ട് ഇത് കൂട്ടി യോജിപ്പിച്ചതിന് ശേഷം ഈ ഒരു ഇളം ചൂടോടുക്കനെ തന്നെ ഈ ഒരു ചൂട് നമ്മുടെ സ്കാൽപ്പിൽ തട്ടണം കേട്ടോ. അങ്ങനെ തന്നെ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ആദ്യമേ തന്നെ നിങ്ങൾ മുടിയിലെ ജടയൊക്കെ മുഴുവനായിട്ടും കളഞ്ഞതിന് ശേഷം കുറച്ച് ഹെയർ ഓയിൽ എടുത്ത് നിങ്ങൾ ആ ഒരു ഇളം ചൂടുള്ള എണ്ണ നിങ്ങളുടെ നേരെ ഉച്ചിയിൽ, നമ്മുടെ പ്രഷർ പോയിന്റ് ആണ് ഈ ഒരു ഉച്ചി എന്ന് പറയുന്നത്, അവിടെ വെച്ച് നല്ലൊരു മസാജ് കൊടുക്കുക കേട്ടോ. 1 മിനിറ്റ് നല്ലപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് നമ്മൾ മസാജ് ചെയ്ത് ഈ ഒരു എണ്ണ അപ്ലൈ ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫീൽ ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് വേറെ ആയിരിക്കും. നിങ്ങൾ ചെയ്തു നോക്കൂ കേട്ടോ. ഈ ഒരു ഇളം ചൂടുള്ള എണ്ണ നമ്മുടെ സ്കാൽപ്പിലോട്ട് തട്ടുന്ന സമയത്ത് ഈ ഒരു ഇളം ചൂട് തട്ടുമ്പോൾ നമ്മുടെ സ്കാൽപ്പിലെ പോൾസ് ഒക്കെ ഓപ്പൺ ആയിട്ട് അതുവഴി ഈ ഒരു എണ്ണ ഇറങ്ങിച്ചെന്ന് നമ്മുടെ മുടിവേരിനെ സ്ട്രോങ് ആക്കിയിട്ട് അവിടെ പോയിട്ട് പുതിയ മുടികൾ ഇങ്ങനെ വളർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ട് പ്രൊമോട്ട് ചെയ്യില്ലേ, പുതിയ മുടികളെ കിളിർപ്പിക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു രീതിയിൽ ഹെയർ ഓയിലിംഗ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ എണ്ണയിലുള്ള ന്യൂട്രിയൻസും അതേപോലെ തന്നെ നമ്മുടെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസിൻ്റെ ന്യൂട്രിയൻസും ഒക്കെ നമ്മുടെ മുടിവേരിൻ്റെ അകത്ത് പോയിട്ട് നമ്മുടെ മുടിവേരിനെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇളം ചൂടുള്ള എണ്ണ സഹായിക്കും. കാരണം ചൂട് തട്ടുമ്പോഴും നമ്മുടെ പോഴ്സൊക്കെ ഓപ്പൺ ആവും. അതാണ് കേട്ടോ. ഈ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾസിൻ്റെ പണി എന്താണെന്ന് അറിയാമോ, നമ്മുടെ സ്കാൽപ്പിൽ പോയിട്ട് നമ്മുടെ സ്കാൽപ്പിനെ ഒരു വലയം മാതിരി പ്രൊട്ടക്റ്റ് ചെയ്യും. ഒരു കോട്ടിംഗ് പോലെ നമ്മുടെ സ്കാൽപ്പിൽ ഇങ്ങനെ പറ്റി പിടിക്കുന്ന സമയത്ത് നമ്മുടെ വിറ്റാമിൻ ഇയിലുള്ള ന്യൂട്രിയൻസ് ഉണ്ടല്ലോ, നമ്മുടെ സ്കാൽപ്പ്, നമ്മുടെ മുടിവേര് നന്നായിട്ട് വലിച്ചെടുത്ത് നമ്മുടെ മുടി പെട്ടെന്ന് വളർത്തിയെടുക്കാനും നമ്മുടെ മുടി പെട്ടെന്ന് ഇങ്ങനെ നീണ്ടു വളരാനും ഒക്കെ വിറ്റാമിൻ ഇ ഓയിൽ അങ്ങനെയാണ് കേട്ടോ സഹായിക്കുന്നത്. അപ്പോൾ നിങ്ങൾ വകച്ചിലെടുത്ത് വേണം നിങ്ങളുടെ തലയോട്ടിയിൽ ഫുള്ളായിട്ട് തന്നെ അപ്ലൈ ചെയ്ത് കൊടുക്കാൻ കേട്ടോ. ഇനി നമ്മൾ അടുത്തതായിട്ട് ചെയ്യുന്നത് വളരെ
വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടിപ്പാണ്. ഹെയർ ഓയിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഹെയർ ഓയിൽ നമ്മുടെ സ്കാൽപ്പിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടും ഈവൺ ആയിട്ട് അത് നമ്മുടെ തലയോട്ടിയിൽ സ്പ്രെഡ് ആവാൻ വേണ്ടിയിട്ടും ഒരേപോലെ ഹെയർ ഗ്രോത്ത് ഉണ്ടാവാൻ വേണ്ടിയിട്ടും നല്ലൊരു മസാജ് കൊടുക്കുക. നമ്മുടെ ഫിംഗർ ടിപ്സ് യൂസ് ചെയ്ത് നന്നായിട്ട് ജെന്റിലായിട്ട് കേട്ടോ, ഹാഷായിട്ടല്ല, ജെന്റിലായിട്ടുള്ളൊരു മസാജ് കൊടുക്കുക. അതിനുശേഷം മുടി ഫ്രണ്ടിലോട്ട് ഇട്ടിട്ട് ഇൻവേഷൻ മെത്തേഡിലും കൂടി നമ്മൾ നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ ഇൻവേഷൻ മെത്തേഡിൽ മസാജ് ചെയ്യുന്ന സമയത്ത് മുടി നന്നായിട്ട് വളരാനും നമ്മുടെ സ്കാൽപ്പിന് നല്ലൊരു ബ്ലഡ് ഫ്ലോ ഉണ്ടാവാനും ഹെൽപ്പ് ചെയ്യും. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിന്റെ ന്യൂട്രിയൻസ് ബ്ലഡ് വഴിയാണ് നമ്മുടെ സ്കാൽപ്പിൽ പോകുന്നത്, അതായത് നമ്മുടെ മുടി വളരാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത്. അപ്പം നല്ലൊരു നല്ലൊരു ബ്ലഡ് സർക്കുലേഷൻ അവിടെ ഉണ്ടെങ്കിലാണ് എന്ത് ചെയ്യുക, മുടി നന്നായിട്ട് വളരുക. അതിനു വേണ്ടിയിട്ട് ഇൻവേഷൻ മെത്തേഡിലൊന്ന് നല്ല രീതിക്ക് മസാജ് ചെയ്ത് കൊടുക്കുക. ഇനി മറ്റൊരു രീതി എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ കൈവിരലുകൾ യൂസ് ചെയ്തിട്ട് നമ്മുടെ തലയിലൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പണ്ട് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും, എണ്ണ തേച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തലയിലൊന്ന് തട്ടി കൊടുക്കണത്. അതെന്തിനാണെന്നറിയാമോ? നമ്മുടെ എണ്ണ നമ്മുടെ തലയിൽ നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ തട്ടി കൊടുക്കണത് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു റിലാക്സ്ഡ് നിങ്ങൾക്കത് ഫീൽ ചെയ്യും. നിങ്ങളത് ചെയ്തു നോക്കിയാലാണ് അതറിയാം കേട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ ചെയ്യണത് എന്തിനാണെന്ന് വെച്ചാൽ, നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്തിരിക്കുന്ന നമ്മുടെ ഹെയർ ഓയിലിൻ്റെ എല്ലാ ഗുണങ്ങളും നമ്മുടെ മുടിവേര് നന്നായിട്ട് അത് വലിച്ചെടുത്ത് നമ്മുടെ മുടിവേര് റൂട്ട്സിൽ നിന്ന് തന്നെ നന്നായിട്ട് സ്ട്രോങ് ആയിട്ട് ഹെൽത്തി ആയിട്ട് ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു മെത്തേഡൊക്കെ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുമ്പോൾ ഫോളോ ചെയ്യേണ്ടത്. ഇനി ബാക്കിയുള്ള എണ്ണ നമ്മുടെ മുടിയിലും കൂടെ അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ മുടി കെട്ടിവെക്കുക. കെട്ടിവെച്ച് ഈ ഒരു എണ്ണ മാക്സിമം 1 മണിക്കൂർ നേരമെങ്കിലും വെക്കണമെന്നാണ്. 1 മണിക്കൂർ നിങ്ങൾക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അരമണിക്കൂർ നേരമെങ്കിലും നിർബന്ധമായിട്ട് നിങ്ങൾ ഈ ഒരു ഹെയർ ഓയിൽ നിങ്ങളുടെ മുടിയിൽ തന്നെ വെക്കുക. ഇനി നമ്മൾ ഹെയർ വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ മുടി ഡ്രൈ ആവാതിരിക്കാനും മുടി പൊട്ടിപ്പോവാതിരിക്കാനും മിക്ക ആൾക്കാരുടെ പ്രശ്നമാണ്. ഷാമ്പൂ ഇട്ട് ഹെയർ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ മുടി നല്ല രീതിക്ക് ഡ്രൈ ആവുക, മുടി ചീവുന്ന സമയത്ത് പൊട്ടി താഴേക്ക് വീഴുക. അങ്ങനെ ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മളൊരു നാച്ചുറൽ ഹെയർ കണ്ടീഷണർ ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. ഇത് നമ്മുടെ മുടി വളരാനും സഹായിക്കും. അതിനായിട്ട് നമുക്ക് വേണ്ടത് അലോവേരയാണ്. ഫ്രഷ് ആയിട്ടുള്ള അലോവേര തന്നെ നിങ്ങൾ എടുക്കുന്നതാണ് ദി ബെസ്റ്റ്. അപ്പോൾ ഒരു വലിയ തണ്ട് അലോവേര ഇപ്പം ഞാൻ കാണിക്കുന്നത് പോലെ നിങ്ങൾ നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളായിട്ട് അരിഞ്ഞെടുക്കുക കേട്ടോ. അതൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക. അതിനുശേഷം ഇതിലേക്ക് ഒരു 8-10 ഗ്രാമ്പൂ ഉണ്ടല്ലോ, നമ്മുടെ കറിയിലൊക്കെ ഇടാൻ ഉപയോഗിക്കുന്ന ഗ്രാമ്പൂ എടുക്കുക കേട്ടോ. ഗ്രാമ്പൂ നമ്മുടെ മുടിയിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാനും മുടി നന്നായിട്ട് വളരാനും സഹായിക്കും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മുടെ ഗ്രാമ്പൂവിൽ ധാരാളം ആൻറ്റി ഓക്സിഡൻ്റ് ഉണ്ട്. ഇത് നമ്മുടെ മുടിയിൽ യൂസ് ചെയ്യുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഒരു 8-10 ഗ്രാമ്പൂ നമ്മുടെ അലോവേരയിൽ ഇട്ടതിന് ശേഷം ഇതിലേക്ക് കറക്റ്റ് 1 ഗ്ലാസ് വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ചിട്ട് നിങ്ങളിത് ഉണ്ടാക്കി വെക്കേണ്ടത് എപ്പോഴാണെന്നറിയാമോ? നിങ്ങൾ തലേന്ന് രാത്രി തന്നെ, ഇന്ന് നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്ന ദിവസമാണെന്നുണ്ടെങ്കിൽ തലേന്ന് രാത്രി തന്നെ നമ്മളിത് വെള്ളത്തിൽ ഇട്ട് വെക്കുക. അങ്ങനെ ഞാൻ ഒരു ദിവസം വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ. ഇങ്ങനെ ചെയ്യുന്ന സമയത്തുണ്ടല്ലോ നമുക്ക് അലോവേര തണുപ്പാണല്ലോ, നമുക്ക് കോൾഡ് വരില്ല. അങ്ങനെ ഒരു ഗുണമുണ്ട് നമ്മളിങ്ങനെ ചെയ്യുമ്പോൾ. അപ്പോൾ ഓവർനൈറ്റ് നമ്മളിത് കുതിരാൻ വേണ്ടി വെക്കുക. പിറ്റേ ദിവസം എടുത്ത് നോക്കുമ്പോൾ തന്നെ നല്ലൊരു ജെല്ലി ആയിട്ട് മാറിയിട്ടുണ്ടാവും. നല്ലപോലെ കളർ വ്യത്യാസം വന്നിട്ടുണ്ടാവും. നമ്മുടെ ഗ്രാമ്പൂവിൻ്റെ ഗുണങ്ങൾ നമ്മുടെ വെള്ളത്തിലോട്ട് ഇറങ്ങുമ്പോഴാണ് ആ ഒരു യെല്ലോയിഷ് കളർ കിട്ടണത് കേട്ടോ. നല്ലൊരു ലിക്യൂഡായിട്ടുണ്ടാവും നമ്മുടെ അലോവേരയുടെ ജെല്ല്. ഇനി നമ്മളിത് നല്ലപോലെ കൈകൊണ്ടൊന്ന് നന്നായിട്ട് ഉടച്ചെടുത്തതിന് ശേഷം നമ്മളൊരു അരിപ്പി ഉപയോഗിച്ച് ഇത് അരിച്ചെടുത്ത് കഴിയുമ്പോൾ ഒരു അടിപൊളി ഹെയർ കണ്ടീഷണർ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഈ ഒരു ഹെയർ കണ്ടീഷണർ നമ്മൾ ഉപയോഗിക്കേണ്ട വിധം എങ്ങനെയാണെന്ന് വെച്ചാൽ, ആദ്യമേ തന്നെ നമ്മൾ ഹെയർ ഓയിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ, അതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ ആദ്യം പച്ചവെള്ളം ഒഴിച്ച് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം രണ്ടാമതായിട്ട് എന്ത് ചെയ്യുക, നമ്മൾ ഷാമ്പൂ ഉപയോഗിച്ച് കഴുകിയെടുക്കുക. ഷാമ്പൂ ഉപയോഗിക്കുമ്പോൾ ഡയറക്റ്റായിട്ട് ഷാമ്പൂ ഉപയോഗിക്കരുത്. ഒരു കപ്പിൽ കുറച്ച് ഷാമ്പൂ എടുത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്തതിന് ശേഷം ആ ഒരു വെള്ളം ഒഴിച്ച് വേണം നമ്മുടെ മുടി കഴുകിയെടുക്കാൻ വേണ്ടിയിട്ട്. ഞാൻ പല വീഡിയോസിലും കാണിച്ചിട്ടുള്ളതാണ്, എന്നിരുന്നാലും ഞാൻ കാണിക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് ഇങ്ങനെ ഉരയ്ക്കാതെ ഇങ്ങനെ പിഴിഞ്ഞ് കൊടുത്ത് നമ്മുടെ സ്കാൽപ്പൊന്ന് മുടിയൊക്കെ ഒന്ന് നന്നായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ ഉണ്ടാക്കി മാറ്റി വെച്ച നമ്മുടെ ഹോം മെയ്ഡ് ആയിട്ടുള്ള ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കാം. നിങ്ങൾ കെമിക്കൽ ആയിട്ടുള്ള ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കുന്ന ആളുകളാണെങ്കിൽ സ്കാൽപ്പിൽ നമ്മൾ ഒരിക്കലും ഹെയർ കണ്ടീഷണർ ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല, മുടിയിൽ മാത്രമാണ്. പക്ഷേ നമ്മൾ ഹോം മെയ്ഡ് ആയിട്ട് ഉണ്ടാക്കിയെടുത്തതും മുടി നന്നായിട്ട് വളരാനും സഹായിക്കുന്നത് കൊണ്ട് ഇത് നമ്മുടെ തലയുടെ ഓട്ടിലും മുടിയിലൊക്കെ അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പം ഞാൻ തലയോട്ടിയിലും മുടിയിലൊക്കെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ മുടി കെട്ടിവെക്കുകയാണ്. കെട്ടിവെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ മേലൊക്കെ കുളിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മുടെ മുടി ഒന്ന്
നല്ല രീതിക്ക് കഴുകി എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുടി നല്ല സോഫ്റ്റ് ആൻഡ് സ്മൂത്ത് ആയിട്ട് സിൽക്കി ആയിട്ട് മാറും. നിങ്ങൾക്ക് ഈ ഒരു പാക്ക് ഇട്ട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ തന്നെ അതിൻ്റെ ഒരു ഡിഫറൻസ് അറിയാൻ വേണ്ടി പറ്റും. ഹെയർ വാഷ് ചെയ്യുമ്പോഴുണ്ടല്ലോ നമ്മുടെ മുടി ഇങ്ങനെ ഒഴുകി പോവും. നമ്മളിങ്ങനെ വെള്ളം ഒഴിച്ച് ഇങ്ങനെ തടവി കൊടുക്കുമല്ലോ, അതായത് ഇങ്ങനെ കഴുകി എടുക്കുമല്ലോ, അപ്പം തന്നെ നമ്മുടെ കൈ വഴുക്കി പോവും. അത്രയും സ്മൂത്ത്നെസ് ആണ് ഈ ഒരു ഹെയർ പാക്ക് ഇട്ട് കഴിയുമ്പോൾ നമ്മുടെ മുടിക്ക് കിട്ടണത് കേട്ടോ. അപ്പം ഞാൻ നല്ല രീതിക്ക് മുടിയൊക്കെ കഴുകി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് റിസൾട്ടും കൂടി കാണാം. അയ്യോ, മുടി കഴുകി കഴിയുമ്പോൾ, മുടി ഉണങ്ങി കഴിയുമ്പോൾ കണ്ടില്ലേ അതിൻ്റെ ഒരു ഡിഫറൻസ് എത്ര മാത്രമാണ് എന്നുള്ളത് നിങ്ങൾ പേടിക്കേ വേണ്ട. നിങ്ങൾക്ക് എത്ര തന്നെ ഡ്രൈ ആയിട്ടുള്ള മുടിയാണ്, അതേപോലെ തന്നെ മുടി നിങ്ങൾ ചീവി എടുക്കുന്ന സമയത്ത് നന്നായിട്ട് പൊട്ടി പൊട്ടി താഴെ വീഴുകയാണ്, സങ്കടം വരണു, കരച്ചിൽ വരണു എന്നൊക്കെ പറയുന്നവർ നിങ്ങൾ ഈ ഒരു മെത്തേഡ് നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. ഇനി നിങ്ങൾക്ക് മുടി പൊട്ടിപ്പോവുക, മുടി ഡ്രൈ ആവുക, മുടിയിൽ സ്പ്ലിറ്റൻസ് വരിക എന്നുള്ള പ്രശ്നമേ നിങ്ങൾ ഈ ഒരു രീതിയിൽ ഹെയർ വാഷ് ചെയ്തെടുക്കുമ്പോഴേ ഉണ്ടാവില്ല. അത് മാത്രമല്ല നമ്മുടെ മുടി നല്ലപോലെ സ്റ്റൈലായിട്ട് ഇങ്ങനെ തിളങ്ങി കിടക്കും. നല്ലൊരു എന്താ പറയുക, നല്ലൊരു വ്യത്യാസം നിങ്ങളുടെ മുടിയിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും. എല്ലാവരും നിങ്ങളോട് ചോദിക്കുകയും ചെയ്യും മുടിയിൽ ഇന്ന് എന്താ ചെയ്തതെന്നുള്ളത്. അത്രമാത്രം ഒരു ഡിഫറൻസ് ആണ് ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടണത്. ഇന്ന് രാത്രി നമ്മുടെ മുടിയിൽ ഒന്നും ചെയ്യാനില്ല. നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ളതെല്ലാം നമ്മൾ ഇന്ന് എല്ലാം കൊടുത്തു കഴിഞ്ഞു. ഇനി നമുക്കൊന്നും തന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. മുടി കെട്ടിവെച്ച് കിടന്നുറങ്ങാം. ഇനി ഡേ 4 നമ്മൾ എന്താണ് ചെയ്യാനുള്ളത് എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഒരുപാട് യൂസ്ഫുൾ ആയി കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഡേ 4 വീഡിയോ ആയിട്ട് ഇനി നമുക്ക്